എൻ്റെ മുന്നാച്ചി ഉറങ്ങുകയാണല്ലോ. ഞങ്ങളെ മുറിവെല്ലാം ഉണങ്ങി. ഇനി ആ കുഴിയിൽ ഇത് വന്നാൽ മതി. കണ്ട, ഭയങ്കരമായ ഒരു കുഴിയായിരുന്നു. അയ്യോ, എൻ്റെ ഒരു ബക്കറ്റിലൊരു കപ്പിനകത്ത് നിറയും. ഒരു പുഴുവിനെ എടുത്ത് എൻ്റെ തലയിൽ നിന്ന്. ഞാനങ്ങ് മിണ്ടാരം കിടന്ന്. എൻ്റെ ഉമ്മച്ചി ഡോക്ടറും നേഴ്സും പിന്നെ ആട്ടോ കൊണ്ടുവന്ന മാമായും അവിടുത്തെ സ്റ്റാഫും കൂടിയാണ് എന്നെ പിടിച്ചത്. എൻ്റെ ഉമ്മച്ചി കിടമോനെ എന്ന് പറഞ്ഞ്, എന്തോ കയ്യിൽ കിടമോനെ എന്ന് പറഞ്ഞങ്ങ് പിടിച്ചു വെക്കുമ്പോൾ ഞാനും കിടക്കും. എൻ്റെ ഉമ്മച്ചി ഉണ്ടെങ്കിൽ എന്നെ ആരും ഉപദ്രവിക്കത്തില്ലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എൻ്റെ ഉമ്മച്ചി ഉള്ളതുകൊണ്ട് ഞാൻ മിണ്ടാതെ കിടക്കും. എന്നാലും അവിടുത്തെ സിസ്റ്റർ വന്ന് ഇഞ്ചക്ഷൻ വയ്ക്കും, ഡോക്ടർ വന്ന് നോക്കും. പിന്നെ അവിടുത്തെ സ്റ്റാഫും പിന്നെ ആട്ടോ മാമായും എൻ്റെ ഉമ്മച്ചിയും കൂടി. എൻ്റെ ഉമ്മച്ചി എൻ്റെ കഴുത്തിൽ പിടിച്ചു, ആട്ടോ മാമ എൻ്റെ കൈ പിടിച്ചു, അവിടുത്തെ ഒരു സ്റ്റാഫ് എൻ്റെ കാലിൽ പിടിക്കും. എന്നിട്ടാണ് അതിനകത്ത് മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് മൊത്തം പുഴുവിനെ എടുത്തു. എൻ്റെ ഉമ്മച്ചി അന്നേരം പിന്നെ കുറേ പ്രാവശ്യം കൊണ്ടുപോയി, ഒത്തിരി പ്രാവശ്യം എൻ്റെ ഉമ്മച്ചി ആട്ടോയിലും ബൈക്കിലും എല്ലാം ശരിക്കും പ്രാവശ്യം എന്നെ കൊണ്ടുപോയി എന്നെ രക്ഷപ്പെട്ടത്. എന്തിനാന്ന് പിന്നുണ്ട്. എന്നിട്ട് കൊണ്ടുപോയാണ് ഞാൻ രക്ഷപ്പെട്ടത്. നല്ല പൊന്നു മോനായിട്ട് ഞാനങ്ങ് വളരും. അല്ലെങ്കിൽ ഞാൻ മരിച്ചുകൊണ്ടതായിരുന്നു. എൻ്റെ ഉമ്മച്ചിയുടെ ഒരു നോട്ടം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഞാൻ മുറിവ് വന്നിട്ടും പിന്നെ എൻ്റെ ഉമ്മച്ചി വഴക്കുറയെന്ന് പറഞ്ഞ് ഞാൻ 2 ദിവസം കൂടെ വന്നില്ല. ആ ദിവസമാണ് എൻ്റെ മുറിവിനകത്ത് ഈച്ച കയറി. ഈച്ചയാണ് മുട്ടയങ്ങ് ഇട്ട്. ഞാൻ മുട്ട ഇട്ടുകൊണ്ടാണ് ഇത്രയും പ്രശ്നം വന്നത്. എന്നുവെച്ചാൽ മുറിവായിരുന്നു. പിന്നെ പുഴു അങ്ങ് തലയ്ക്കകത്ത് മൊത്തം കയറി. ഉമ്മച്ചി ഒരു ദിവസം എന്നെ പിടിച്ചുകൊണ്ട് വന്ന് നോക്കിയപ്പോൾ അന്ന് പെരുന്നാളായിരുന്നു. പെരുന്നാളിൻ്റെ തലേന്ന് ഉമ്മച്ചി വന്ന് എന്നെ പിടിച്ച് നോക്കിയപ്പോഴത്തേക്കുണ്ട്. അപ്പോൾ അതിന് മുമ്പേ എൻ്റെ ഉമ്മച്ചിക്ക് പനിയായിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മച്ചി എന്നെ വലുതായിട്ട് ശ്രദ്ധിക്കത്തില്ല, ചോറ് തന്നങ്ങ് പോയി. പക്ഷേ അപ്പോഴത്തേക്ക് പുഴു എൻ്റെ തലയിൽ മുട്ടയിട്ട്, ഈച്ച മുട്ടയിട്ടങ്ങ് പെരുവി. അപ്പോഴത്തേക്കുണ്ട് ഞാൻ എന്തരാക്കി കൊണ്ടങ്ങ് നടന്നപ്പം പുഴു അങ്ങായി. അങ്ങനെ പെരുന്നാളിൻ്റെ തലേന്ന് ഞാൻ വന്നപ്പോൾ എൻ്റെ ഉമ്മച്ചി എന്നെ ഓടി വന്ന് പിടിച്ചപ്പോൾ മുറിവ് കണ്ടപ്പം ഉമ്മച്ചി അതിനകത്ത് ഇച്ചിരി മഞ്ഞപ്പൊടി വെച്ചപ്പോഴത്തേക്കുണ്ട് ഇരുന്ന് ഞൊളയുന്ന ഉമ്മച്ചിക്ക് തോന്നി. അങ്ങനെ എൻ്റെ ഉമ്മച്ചി പിന്നെ വേറെ ഒരു ലോഷൻ എടുത്ത് ഒഴിച്ചപ്പോൾ പുഴു ചാടുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം തന്നെ എൻ്റെ തലേന്നായപ്പോൾ ആരുമില്ല. പിന്നെ അന്നത്തെ ദിവസം തന്നെ രാത്രി എൻ്റെ ഉമ്മച്ചി ഇത്തച്ചി എടുത്ത് വിളിച്ചു പറഞ്ഞ് ഇന്നയാളെ കാണുന്നു. അങ്ങനെ ഇത്തച്ചി മെഡിക്കൽ സ്റ്റോറിൽ കയറി കുഴമ്പ് മേടിച്ചുകൊണ്ട് വന്നു. കൂടിയ കുഴമ്പാണ് ഇത്തച്ചി അന്ന് കയറി മേടിച്ചത്. കുഴമ്പ് മേടിച്ചുകൊണ്ട് വന്ന് ഇട്ടപ്പം പുഴു ഓരോന്നിങ്ങനെ ചാടി ചെറുതായിട്ട് വരും. എന്നിട്ട് അകത്തോട്ട് പോയി. പിറ്റേന്ന് പെരുന്നാളായതുകൊണ്ട് വെച്ചുകൊണ്ടിരുന്നു ഉമ്മച്ചി. പെരുന്നാളിൻ്റെ പിറ്റേന്ന് ഉമ്മച്ചി രാവിലെ 10 മണിയായപ്പോൾ ഉമ്മച്ചി മൃഗാശുപത്രിയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞ് ഇങ്ങനെയാണ് പുഴുവാന്ന്. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ കണ്ടില്ലേ, ഇത് ഉള്ളിലോട്ടായിപ്പോയെന്നങ്ങ് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ് ഞാൻ കണ്ടില്ല, 2 ദിവസം എനിക്ക് പനിയായിരുന്നു. അത് കഴിഞ്ഞ് പെരുന്നാളിൻ്റെ അന്ന് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് മുറിവ്. അങ്ങനെ ചേച്ചി മഞ്ഞപ്പൊടി വെച്ച് കൊടുത്ത്. അപ്പോഴത്തേക്ക് പറഞ്ഞ് അങ്ങനെ അവർ പെട്ടെന്ന് വന്ന് 3 ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം അവരൊരു മരുന്ന് മുറിവിനകത്ത് ഇഞ്ചക്ഷൻ വെച്ച ഉടനെ കാണേണ്ട രംഗമായിരുന്നു. കുതിര പോലത്തെ നമ്മളെ കുഞ്ഞ് വിരലിൻ്റെ ഇമ്മിണിത്തെ ഉള്ള പുഴുക്കൾ ഞൊരു ഇറങ്ങി വന്നു. ഇതെല്ലാവരും ഒരു കപ്പിനകത്ത് ഇത് വെച്ചെടുത്ത് കുഴമ്പും തന്ന് വിട്ടു. പക്ഷേ ഉള്ളിനകത്ത് മൊത്തവും ഹോളായിപ്പോയി, തലയുടെ ബാക്ക് 3. അതുകൊണ്ടാണ് പിന്നെ എത്ര പ്രാവശ്യം 3 പ്രാവശ്യം 3 സൈസ് ആൻറ്റിബയോട്ടിക് എൻ്റെ മോന് കൊടുത്തു. അത് കഴിഞ്ഞ് എത്ര സൈസ് ഓയിൻമെൻ്റ് ഇട്ട് അവസാനമാണ് ഒരു സൈസ് പൊടിയിലാണ് മുറിവുണങ്ങിയത്. എന്തായാലും ഇവിടം വരെ എത്തി. സമാധാനം. എൻ്റെ പൊന്നുമോനൊന്നും വരാതിരുന്നാൽ മതി. എൻ്റെ പൊന്ന് വന്നാണേ എനിക്ക് തന്നെ ഒരു സന്തോഷവും സമാധാനവും. വെക്കട്ടെടി പൊന്നെ.
എന്തോ ഈ വീട്ടിലെ ഒരു എന്തര ഒരു ശക്തിയാണിത്. ഓ വിറയ്ക്കണ്, പേടിക്കുന്നു. ഉറക്കത്തിൽ കിടന്ന് ഞെട്ടുന്നു കൊച്ചി.